അതൊന്നും ഞങ്ങൾക്കറിയില്ല. കോഴിക്കോട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് സാർ വന്നിരിക്കുന്നത്. നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ. എന്നെ എന്തിന് കസ്റ്റഡിയിൽ? അറസ്റ്റ് വാറന്റാണ്, നോക്കണം. ഇന്നലെ വൈകിട്ട് ഇയാൾ തിരുവനന്തപുരത്തേക്ക് പോന്നു എന്ന് കേട്ടു. ഒളിച്ചോളിയാണെങ്കിൽ തടയാൻ. കൈയിലിടണം. ബാലു, എന്താ ഇത്? മകളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാം. കൊലപാതകമടക്കം മറ്റു പല കേസുകൾക്കുമായി. ഞാനിന്ന് കാലത്താ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത്. ഇവിടേക്ക് വിളിച്ചപ്പോ നീ ഏതോ ഡോക്ടറെ കാണാൻ പോയിരിക്കാന്ന് എന്റെ അനിയത്തി പറഞ്ഞു. നിനക്ക് എന്താ അസുഖം? ഓ, സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖം. എന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം. എനിക്ക് ആ രോഗം വരാൻ വിവാഹം കഴിക്കേണ്ടി വന്നില്ല. അപ്പൊ നീ പ്രഗ്നന്റ് ആണോ? അബോർഷന് വേണ്ടിയാണോ ഡോക്ടറെ കാണാൻ പോയത്? അല്ല. പിന്നെ ശുശ്രൂഷയ്ക്കോ? ആരാണ് ഇതിന്റെ തന്ത? ആർക്കു വേണമെങ്കിലും ആവാം. സാറിന്റെ പേര് പറയട്ടെ? പേടിക്കണ്ട, എന്റെ കുഞ്ഞിനതിന്റെ അമ്മ മതി സാർ. എത്ര കഷ്ടപ്പെട്ടാലും ഞാനതിനെ വളർത്തും. ഈ പാവം പെണ്ണിന്റെ മോഹാണതെന്ന് വെച്ചോളൂ. നാട്ടുകാർക്കാണ് കഷ്ടപ്പാട്. തന്തയില്ലാതെ ജനിക്കുന്ന ഈ വക ജന്തുക്കളെല്ലാം ക്രിമിനൽസ് ആയിട്ടാ വളരുക. സാർ അരുത്, എന്നെ അധിക്ഷേപിച്ചോളൂ, ശിക്ഷിച്ചോളൂ. ഞാൻ സഹിക്കും. ഈ പറയുന്നത് ഞാൻ സഹിക്കില്ല. കണ്ടവന്റെ ഗർഭം താങ്ങി നടക്കുന്ന നിന്നെ എനിക്കും വയ്യടി സഹിക്കാൻ. തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് എത്തുകൊണ്ട് നേരെ പോയി ആ വീട്ടിലേക്കല്ലേ? നീ ഏത് വേശ്യയുടെ വീട്ടിൽ പോകുന്നതിലും എനിക്ക് വിരോധമില്ല. ഈ സീതയുടെ വീട്ടിൽ വീഴുന്നേ ഞാൻ പറഞ്ഞോളൂ. നീ എന്തറിഞ്ഞാടാ ഈ പറയുന്നേ? എടാ, നമ്മളെല്ലാം കള്ളു കുടിക്കുന്നവരാ. അതിന് മാട്ട കഴുത്തിൽ കെട്ടി നടക്കണോ? നിന്റെ ഈ ചൊറിഞ്ഞ വർത്തമാനം നിർത്ത്. നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പുല്ലും എനിക്ക് അവളോടില്ല. കഴിഞ്ഞ 6 മാസമായി ഞാൻ പലരെ കൊണ്ട് വിളിപ്പിച്ചു നിന്റെ സീതയെ. എനിക്ക് വേണ്ടിയല്ല, സത്യമറിയാൻ. എന്നിട്ട് അവൾ വന്നില്ല. ആ തൊഴിൽ നിർത്തിയെന്ന്. ആരാണ് ഇതിന്റെ തന്ത? ആർക്കു വേണമെങ്കിലും ആവാം. സാറിന്റെ പേര് പറയട്ടെ? ഉള്ളതാണോ നീ പറയുന്നത്? വാശി കൂടിയപ്പോൾ 1000 വരെ അവളുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടും അവൾക്ക് വേണ്ടെന്ന്. രക്ഷകനായിട്ട് താനുണ്ടല്ലോ. ഞാൻ അറിഞ്ഞില്ല. ഇനിയെങ്കിലും ആ ബന്ധം ഉപേക്ഷിക്കും. കൊള്ളില്ല ബാലു. എനിക്കൊരു തെറ്റുപറ്റി അലക്സ്. ഞാൻ എന്താ ഇത്? മുമ്പ് നീ ആവശ്യപ്പെട്ടതാണ് സാരി. അന്ന് സാറ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് പുടവയല്ലേ? എനിക്കിത് വാങ്ങിക്കാൻ അർഹതയില്ലല്ലോ സാർ. സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആരോടും അന്വേഷിക്കാനൊന്നുമില്ല. നിന്നെ ഞാൻ കല്യാണം കഴിക്കും, ഇന്ന് തന്നെ. അരുത് സാർ, ഞാൻ പഠിച്ചവളാണ്. സാറിന് എന്നെ കൊണ്ട് ദുഷ്പേരുണ്ടാവരുത്. വേണ്ട സാർ. സീതേ, സാർ എപ്പോ വിളിച്ചാലും ഞാൻ വരും. ഏത് നേരത്തായാലും എവിടേക്കായാലും. അതിനൊരു ഭാര്യയുടെ പദവി എനിക്ക് വേണ്ട സാർ. സീതയ്ക്ക് ഒരു ഭർത്താവിന്റെ ആവശ്യമില്ലായിരിക്കാം. നിന്റെ കുഞ്ഞിനൊരു അച്ഛന് വേണ്ടേ? അത് ഞാനല്ലെന്ന് നിനക്ക് പറയാമോ? പറയൂ. ആ കുട്ടിയുടെ അച്ഛൻ ഞാനല്ലേ? സാർ, ഇത് വാങ്ങിക്കും. ജ്യോതി, എനിക്ക് എന്റെ ചേച്ചി ഒന്ന് കാണണം. ബെന്നിക്ക് ഏതാ ചേച്ചി? ഉണ്ണികൃഷ്ണന്റെ ചേച്ചി, എന്റെ രാധ ചേച്ചി. നീ ഇല്ലത്ത് പോയി പറയണം. പറയാം. ഹലോ. ആ, നിങ്ങൾ എവിടെയായിരുന്നു? ഒരു കേസിൽ പെട്ടുപോയി. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. പ്ലാനിലൊന്നും മാറ്റമില്ല. കൃത്യം 4 മണിക്ക് ആംബുലൻസ് മാൻ അവിടെ എത്തും. ഉണ്ടെന്നേ, സത്യരായന്റെ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം എന്റെ കയ്യിലുണ്ട്. എനിക്കത് കാണണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. അത് സംശയത്തിനിടയാക്കും.
നിങ്ങൾ രാധ എങ്ങോട്ട് അയക്കും? ഞാൻ കൊടുത്തുവിടാം. അതെ, പെട്ടെന്ന് അയക്കണം. ശരി. മംഗലാപുരത്തുള്ള എന്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു. അവൻ റെക്കോർഡ്സ് എല്ലാം എന്റെ കയ്യിലേ തരും. ആളെ അയച്ചിട്ട് അവന് വിശ്വാസമില്ല. എനിക്ക് ഇന്ന് തന്നെ അവനെ കാണാൻ പോകണം. ഇവിടെ നിന്ന് എങ്ങനെ പോകും? പറയാം. നിങ്ങളുടെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്ന പോലെ ഇവിടെ ഒന്നൊരു ആംബുലൻസിൽ എന്നെ കൊണ്ടുപോകണം. വേണ്ട ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉടനെ വക്കീലെ ചെന്ന് കാണണം. എന്തിനാ? വെറുതെ അല്ല ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. മംഗലാപുരത്തുള്ള എന്റെ കൂട്ടുകാരന് പണം കൊടുക്കണം. അത് വക്കീൽ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങൾ വേഗം പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരും. രാധേ, നമ്മുടെ ബെന്നി ഹോസ്പിറ്റലാണ്. ഒരു ബൈക്ക് ആക്സിഡന്റിൽ. അവനെ നിന്നെ ഒന്ന് കാണണമെന്ന്. ഇപ്പോഴാണോ തോന്നിയത്? ഉണ്ണി പോയ പിന്നെ ഇതേവരെ അവനിങ്ങോട്ട് കടന്നില്ലല്ലോ. എന്താണ് അവിടെ നടന്നെന്നറിയാൻ ഒരു നോക്ക് കണ്ടു ചോദിക്കാൻ ആശിച്ചോളാം ഞാൻ. ഇനി എനിക്ക് അവനെ കാണണ്ട. ചേച്ചി അങ്ങനെ പറയരുത്. വരൂ. കൂട്ടം കൂടി നടന്ന അവൻ കാരണമാണ് എന്റെ ഉണ്ണി പോയത്. ഞാൻ വരില്ല. നിന്റെ വേദന എനിക്കറിയാൻ രാധേ. എന്നാൽ ഇപ്പോൾ മരണം കാത്തു കിടക്കുന്ന ഒരു കുട്ടിയോട് ഇനിയും വിരോധം വച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത്ര അധികമാണോ ബെന്നിക്ക്? അത് ചേച്ചി, ചിലപ്പോ. വരൂ രാധേ. എവിടെയാണവൻ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ജീവിക്കില്ല. ബെന്നി, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചേച്ചി ഒരു സത്യം അറിയിക്കാനുണ്ട്. അതിനെ കാണണമെന്ന് പറഞ്ഞത് ചേച്ചിയുടെ അനിയൻ ഉണ്ണിയെ കൊന്നത് ചേച്ചി എന്റെ ഡാഡിയാണ്. എന്താ പറഞ്ഞത്? അത് ചേച്ചി, ഞാൻ മുഴുവൻ പറയാം. ഉണ്ണിയെ എന്നെയും ഒരുമിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലോക്കപ്പിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി വന്നു. ഒരു പെറ്റി കേസിലെ പ്രതിയായ അവൻ. ഇയാള് ഭാഗ്യവാനാണ്. വിൻസെന്റ് മുതലാളി പണക്കാരനായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ജാമ്യം പോലും കിട്ടില്ല. കുഞ്ഞിന്റെ കാര്യമാണ് കഷ്ടം. ഇപ്പൊ കിട്ടിയ അടിയും തൊഴിയൊന്നും കാര്യമല്ല. പോലീസ് ശരിക്കും ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ സഹിക്കില്ല. നഖത്തിനിടയിൽ സൂചി കുത്തും. പിന്നെ മൂത്രക്കുഴലിൽ വരെ ഈർക്കിൽ കയറ്റും. മതി, വെറുതെ അവനെ പേടിപ്പിക്കണ്ട. പേടിക്കണ്ട. ഇതാ, പോലീസിനെ തോൽപ്പിക്കാനാ ഞാനിത് കൊണ്ട് കിടക്കുന്നത്. ഇത് വാങ്ങിക്കും. എന്താ ഇത്? മയക്കുമരുന്ന് കിടന്ന ചോക്ലേറ്റാണ്. ഇത് കഴിച്ചാൽ വേദന എന്താണെന്നറിയില്ല. ഒരു ലഹരിയായിരിക്കും. 2-3 മണിക്കൂർ ശരീരം മരവിക്കും. പിന്നെ അവന്മാരുടെ പ്രഹരമൊന്നും അറിയില്ല. കഴിച്ചോളൂ. അവന്മാർ തരുന്നതിന് മുമ്പ് വേഗം.